സിബി ഡിവൈഎസ്പി അല്ല, പുള്ളി സിനിമാ താരം. നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ കുറെ സിനിമാ താരങ്ങളെ കാണുന്നുണ്ടല്ലേ? ഞാൻ 21 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊരു ഞെട്ടല്ല. ഞാൻ എന്നാ പോയി കേസ് കൊടുന്നൊരു ചേട്ടൻ പറഞ്ഞല്ലോ, ആ ചേട്ടനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് 21 സിനിമക്കാരൻ 21 സിനിമയിൽ അഭിനയിച്ചു. നമുക്കൊരു ഔദ്യോഗിക ചോദിച്ചല്ലോ, ഈ അഭിനയ രംഗത്ത് 21 സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ്? നമ്മളൊരു ഫോർമലായിട്ട് ദൂരദർശൻ ക്വസ്റ്റ്യൻ. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റ് ചോയ്സ് റിമോട്ട് ഫ്രം റിയാലിറ്റി. കലയ്ക്ക് ജീവിതവുമായി 2 കാതം അകലമുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി തന്നെ സിറ്റി കമ്മീഷനായിട്ടൊക്കെ അഭിനയിച്ചിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിയെ MLA ഒക്കെ ഇട്ട് തല്ലുന്ന കണ്ടിട്ടില്ലേ? ഒരു കോൺസ്റ്റബിളിന്റെ ദേഹത്തോട്ട് അകത്തു. ആർട്ടിസ്റ്റ് ചോയ്സ് റിമോട്ട് ഫ്രം റിയാലിറ്റി. കലയ്ക്ക് യാഥാർത്ഥ്യവുമായി 2 കാതം അകലമുണ്ട്. അതുകൊണ്ട് കലയും ജീവിതം വേറെയാണ്. ഒറ്റ ചോദ്യം, എല്ലാം ഒറ്റ ചോദ്യം. ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും അല്ലേ? നമ്മളെ ആര് കാംക്ഷിക്കുന്നു, എവിടെ കാംക്ഷിക്കുന്നു, അവിടെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോ MP എന്ന നിലയ്ക്ക് പോകാൻ സമയമില്ല. വിളിച്ചാൽ റൊമാന്റിക് രംഗങ്ങളൊക്കെ അഭിനയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അതിലൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ പ്രണയമൊക്കെ കാണും. PJ ആന്റണിയുടെ തുറമുഖം എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പ്രേമമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബയോഡാറ്റ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുക. ഓക്കെ, അപ്പൊ സന്തോഷം. അങ്ങ് നടനായിട്ട് വാഴട്ടെ, ലോകസഭയിലെ MP ആയിട്ട് വാഴട്ടെ, അല്ലെ കാസർഗോഡുകാരെ പ്രിയപ്പെട്ട MP ആയിട്ട് വാഴട്ടെ. അപ്പൊ അങ്ങയുടെ യാത്രയെ ക്രോഡീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ എനിക്ക് അവസരം കിട്ടിയാൽ ഒരു ശക്തമായ പ്രമേയം ഞാൻ പാർലമെന്റിൽ കൊണ്ടുവരും. അല്ലെ, കൊടുക്കുന്നു സുരേഷ് ഒരു അവസരം അങ്ങേക്ക് വേണ്ടി. അത് നമ്മുടെ സുഹൃത്തല്ലേ, അത് ഞാൻ മുന്നോട്ട് വെച്ചാൽ പറ്റത്തില്ല. ഒരാൾക്ക് കിട്ടുന്ന അവസരം അല്ല. കൊടിക്കുന്നിലൊക്കെ വിചാരിച്ച രാജ്മോഹൻ ഉണ്ണി താൻ MP ക്ക് ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എല്ലാം നറുക്കെടുപ്പാണ്. 543 MP മാരിൽ നിന്ന് ഓരോ ദിവസവും എഴുതിയിടുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുപ്പുള്ളൂ. ഞാൻ ഒരു കാര്യം ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഈ അടുത്ത നറുക്ക് നിങ്ങൾക്ക് വീഴും. കാര്യം അറിയോ, നിങ്ങൾ അത്ര ലക്കി ഫെലോയാ കേട്ടോ. ലക്കി ഫെലോ, യു ആർ എ ലക്കി ഗായ്. 21 സിനിമ അഭിനയിച്ചില്ലയോ? മാത്രമല്ല ഈ പണി അഥവാ പോയാലും അടുത്ത പണി ഉണ്ടല്ലോ. എത്ര പണിയാ അതല്ലെങ്കിൽ അടുക്കള, എന്തെല്ലാം പണിയുള്ളത്. അപ്പൊ സന്തോഷം കാണാൻ പറ്റിയത്. പുലിമടയിൽ വന്ന നമ്മൾ വെല്ലുവിളിക്കുന്നത്. ഓക്കെ, ഈ ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിക്കണം. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട്. ഓ, പ്രമാദമായിരിക്കുന്നു. മാത്രമല്ല ഇനി പറഞ്ഞ എൻകൗണ്ടർ ആണെന്ന് വേറെ താങ്ക് യു. അപ്പൊ സിബിയുടെ കാര്യം അല്ലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സിനിമയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. സിനിമ നിങ്ങൾ ഈ കാസർഗോഡ് മൊത്തം സിനിമ അഭിനയിച്ചല്ലേ? ബാക്കിയുള്ള ജില്ലക്കാരെ എന്തോ ചെയ്യും? അതെങ്ങനെ 21 സിനിമയിൽ ഇതേങ്കിലും അഭിനയിച്ചില്ല? അത് കുഴപ്പമില്ല. കാരണം പണ്ട് മദ്രാസിലായിരുന്ന ഷൂട്ടിങ് കേരളത്തിലേക്ക് വന്നു. സകല സിനിമകളും കാസർഗോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. ചോദിച്ചോക്കെ അതിലൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയല്ലോ. എല്ലാ സിനിമയും ഇവിടെയാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി. മനോഹരമായ നാട്. ഇപ്പൊ നിങ്ങൾ കുമരകത്ത് പോയില്ലേ? ഈ നോക്ക, ഈ നീലേശ്വരത്ത് നിന്ന് ഏഴിമല വരെ പോയാൽ ഇത്ര മനോഹരമായ സീനറി ഞാൻ കാണാം. റാണിപുരം, ബേക്കൽ, ഇത്ര മനോഹരമായ ഒരു നാടില്ല. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, കരളും മിഴിയും കവർന്നു കറയറ്റൊരു ആലസ ഗ്രാമഭംഗി. ഒരു കാമുകൻ, ഉള്ളിലൊരു കാമുകനുണ്ട് കേട്ടോ. MPയുടെ ഉള്ളിലൊരു കാമുകനുണ്ട് എപ്പോഴും. അത്രയും വേണ്ട. അല്ല, അങ്ങ് യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞ കാര്യം പ്രൊഡ്യൂസർമാർ ശ്രദ്ധിക്കട്ടെ. ഒരു സിനിമയിൽ നായകനായിട്ടും രാജ്മോഹൻ ഉണ്ണിതാൻ, അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് ഈ ലോകം വെടിയാൻ. ആദ്യം തന്നെ ഏറ്റവും ഒരു നന്ദി രേഖപ്പെടുത്തുക ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ. കാരണം എന്താ വെച്ചാല് ഇത് ഏറ്റവും കൂടുതലും ഈ ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഞാൻ രഹസ്യം പറയട്ടെ, അതിശക്തമായ പ്രോപ്പഗാൻഡ പുറത്തു നടക്കുന്നു. ഇനി നിങ്ങളുടെ ഊഴോ എൻഫോഴ്സ്മെന്റ്, നിങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങണ്ട. അത്രയും കൂടുതൽ പ്രചാരണം ഈ ആൾക്കാർക്ക് തുടങ്ങി. ഇതിനിടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് പിടിക്കണം. ഒരുപാട് ഗുണം ചെയ്തു. ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു നമുക്ക്. ഒരുപാട് ആൾക്കാർക്കൊരു ഗുണം അറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു MDMA-കാരനെ പിടിച്ച് ആവശ്യമില്ല 2 അടി കൊടുത്തു വെച്ചു, കൊടുക്കണ്ട. അടി കൊടുത്താൽ പോലും ആൾക്കാർ നന്നായി എന്നേ പറയും. മറ്റേ മനുഷ്യവാഴ്ച ലംഘനവും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് താമർ ജിഫ്രി കേസിലും ഇപ്പോഴത്തെ കേസിലും നമുക്ക് ശരിക്കും അത് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരുടെയും അല്ല, ഭയങ്കര ഡിഫറൻസാണ്. കാരണം എന്താ പറയാ, മാത്രമല്ല യുവന്മാരൊക്കെ 7 കൊല്ലം ഒരു കൊച്ചിന്റെ ആയുസ്. ഒരു 4ാം ക്ലാസ് നമ്മൾ അറിഞ്ഞ കേസ് ആലത്തൂർ സ്റ്റേഷനിലെ SHO പറയുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMA-ക്ക് അഡിക്റ്റ് ആണ്. നശിപ്പിക്കുക. 9 വയസ്സ്. പിന്നെ അത് കൊച്ചുകുട്ടികളെ അവന് MP ആവാൻ പഠിക്കേണ്ട സമയം 9 വയസ്സ് അല്ലേ? ഓക്കെ, രാഷ്ട്രീയം പഠിക്കട്ടെ. അവൻ രാഷ്ട്രീയമാണ് ലഹരി.
അതുകൊണ്ട് കാസർഗോഡിനെ പറ്റിയും കാസർഗോഡ് ജനങ്ങളുടെ സ്നേഹത്തെ പറ്റി എല്ലാം സാർ ശരിക്കും വ്യക്തമായി പറഞ്ഞു. അപകടം പിടിച്ചൊരു ഡയലോഗ് അടിച്ചു കേട്ടോ. വേറെ ഏതെങ്കിലും മറ്റു ജില്ലകളിലേക്ക് അത് സാർ മാനേജ് ചെയ്യാനായിട്ട് സാറിന്റെ സിനിമ ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം സാധിക്കും. എന്തായാലും അതെ സിനിമയുണ്ടല്ലോ. ഞാൻ ആലോചിക്കുക കൊല്ലത്തെക്കാണ് ഇലക്ഷൻ നിൽക്കേണ്ടി വന്നാലുള്ള അവസ്ഥ. ഓക്കെ, റെഡി. അപ്പൊ നിങ്ങളെല്ലാവരും നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. ഏതോ ഒരു കോളേജിലെ അവസാന ദിവസം നിൽക്കുന്ന പോലുണ്ട്. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ അല്ല, നമ്മുടെ ഉണ്ണിത്താൻ സാധനം കപ്പ് കൊടുത്തു. ആ കപ്പ്. ഓക്കെ, താങ്ക് യു, സന്തോഷം. ഉണ്ണിത്താൻ സാറേ താങ്ക് യു. ഇനി വിട്ടു. ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. ഓഫീസിൽ പോകും. ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടും. ജനങ്ങളെല്ലാം പിരിച്ചു വിട്ടിട്ട് പോകും. ഓക്കെ, ഞാൻ വൈലോപ്പള്ളിയുടെ രണ്ടുപേര് കവിതയുടെ പാടിക്കോളൂ. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏതെന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും. ഈ ഗ്രാമീണ ജനതയുടെ മനസ്സ് കൊന്നപ്പൂ പോലെ പരിശുദ്ധമാണ്, പളുങ്ക് പാത്രം പോലെ പവിത്രമാണ്. നിങ്ങളുടെ ഈ ജേണി അവരുടെ മനസ്സിനെ പെനട്രേറ്റ് ചെയ്ത് കയറുകയാണ്. അവരെന്ത് ചെയ്യണം, എന്തും ഇതിനെ തടയാൻ എന്തും അവർ ചെയ്യും. കാര്യം പിശാചിന്റെ മാലിന്യമാണ് ഈ ലഹരി എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. നിങ്ങളെല്ലാം ഓക്കെ അല്ലേ? അങ്ങ് വിട്ടോ അങ്ങ് ജനങ്ങളുടെ പ്രശ്നം. ഹലോ 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 1 2 3 ഹലോ ഹലോ 1 2 3 ഹലോ. പഴങ്ങി കുടിച്ചോ രാവിലെ? എന്തൊരു എനർജി ഇല്ലാത്ത അല്ലേ? ഇവർക്ക് എനർജി ഇല്ലാത്ത അല്ലേ? ഒരു ഗായികയുണ്ട് മോളെ, പാടൂ. നമുക്ക് റൗണ്ട് അപ്പ് എടുത്തിട്ടില്ല ഇവര്. നമ്മളിപ്പോ കാസർഗോഡ് മുങ്ങിപ്പോയി. മോളുടെ പേരെന്താ? അനഘ സങ്കൽപ്പ. പഠിക്കോളൂ. തരളമാം സന്ധ്യകൾ നറുമലർ തിങ്കളിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ, കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളി പറന്നതാവാ, അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാം, അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവാം, ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. സൂപ്പർ 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 സൂപ്പർ. മോളുടെ അമ്മയാണോ? സ്കൂളിൽ പഠിക്കുന്ന മോളുടെ അമ്മയാണ്. ഇതേ കൂടുതൽ അംഗീകാരം നമുക്ക് എന്താ കിട്ടാനുള്ളത് അല്ലേ? അല്ലെ, എന്റെ പ്രായം അനുസരിച്ച് മോള് ആണോ? ഓ, ഇത് വലിയ സർട്ടിഫിക്കറ്റാ. ഇതാണ് അമ്മ. ഇതുപോലെ അബദ്ധം പറ്റാതില്ല അമ്മ. ഞാൻ വിചാരിച്ചു 9ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ അമ്പലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ? ഈ അമ്പലത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ആരാ? ആഷ്മി. അല്ല, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇതിന്റെ ഭാരവാഹികളാവുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയാം? സുഖല്ലേ? രാവിലെ ഒന്നും വെച്ചില്ലെന്ന് എന്റെ ടെൻഷൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ആളാരാ? ബാലഗോകുലം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ചേട്ടാ ഈ കുട്ടികൾ ഇവിടെ കുട്ടികൾ ഈ ക്ഷേത്രത്തിലെ കുട്ടികളെ മാത്രമേ ഭാരവാഹികളാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പൂജാരിയോ? കേരളത്തില് കുട്ടികളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞ ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ഒറ്റ ക്ഷേത്രമേ ഉള്ളൂ. കുട്ടികളുടെ ക്ഷേത്രം. ഷോട്ട് ഒന്ന് കാണിച്ചോ കുട്ടികളുടെ ക്ഷേത്രത്തിന്റെ. അതുകൊണ്ടാണ് ഈ ബാലഗോകുലം എന്ന ആകാശ ദൃശ്യം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാശിവരാത്രി നാളിൽ കുട്ടികൾ ഉറക്കമൊഴിയുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു വിദ്യ ഈ തെയ്യം കെട്ട്. തെയ്യം കെട്ടി കളിച്ച്, അത് പ്രത്യേകിച്ച് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വിഷ്ണുമൂർത്തിയുടെ കോലം ചാർത്തി തെയ്യം കളിച്ച് കനലാടി. കല്യാണം കഴിച്ചാൽ വിഷ്ണുമൂർത്തിയുടെ കോലം പാടില്ല. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രസിഡന്റ് നിർബന്ധമായിട്ടും കുട്ടികളായിരിക്കും. കല്യാണം കഴിച്ചില്ലെങ്കിൽ എത്ര നാൾ വരെ ഇരിക്കാം, അങ്ങനെയാണോ? അത് പ്രായപരിധിയുണ്ടോ? കല്യാണം കഴിക്കലാണോ അതിന്റെ? അപ്പൊ ഉത്സവ കമ്മിറ്റി എല്ലാ കമ്മിറ്റി കുട്ടികൾ തന്നെ കർമ്മങ്ങൾ എല്ലാം കുട്ടികൾ തന്നെ നടത്തുന്നത്. കുട്ടികൾ മാനിയാൻ പറ്റും. ജാതി മതമൊന്നുമില്ല. അത് വലിയ സംഭവം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആശ്മി, നമ്മള് കാസർഗോഡ് കയറിയപ്പോ നമ്മളെല്ലാം മറന്നുപോയി. നമ്മള് ഈ പുസ്തകം അങ്ങനെ എഴുതിയാണോ? ഓ, ജയരാജ് തുരുത്തി
ചിരിയോര കാഴ്ചകൾ ഇങ്ങനെ വഴിയോര കാഴ്ചകൾ കേട്ടു ചിരിയോര കാഴ്ചകൾ അല്ലേ ഓ നന്നായി വായിക്കാൻ വേണ്ടി ലീവ് എടുത്താളാ. അവിടെ exercise. വായിക്കാൻ വേണ്ടി ലീവ് എടുത്താളാ. അല്ല, വായിക്കാൻ വേണ്ടി ലീവ് എടുത്ത ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ അതെ അതെ. അപ്പൊ ചുമ്മാ എഴുതാൻ വേണ്ടി ഇവിടെ വായിക്കുന്നത്. നമുക്ക് ഓക്കെ. കാര്യം ചിരിയോര കാഴ്ചകൾക്കപ്പുറം കുറച്ച് വാർത്തകൾ കൂടെ കൊടുക്കാനുണ്ട്. നമുക്ക് 24 റൗണ്ട് ആരംഭിക്കണം അവിടെ സനൂപ് കടുത്ത ഭാഷ പറയുന്നുണ്ട് സ്കേൻ. പണം എടുത്താ പോരെ വീട് ആ വീടുകൾ മൊത്തം 7 കൊല്ലം നമ്മള് പാലം പണി കഴിഞ്ഞിട്ട് അതുപോലെ അച്ചാദനത്തിൽ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പിൽ 5-6 കൊല്ലം മുമ്പിട്ട് നമ്മൾ കോട്ടപ്പുറം നാട്ടുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുടിവെള്ളം കൊടുക്കും കുടിവെള്ളത്തിന് വണ്ടിയല്ലേ അപ്പൊ ചാർജ് ചെയ്യുന്നുണ്ടോ പതിറ്റാണ്ടുകളിലേറെയായി നമ്മുടെ കോട്ടപ്പുറത്ത് നിന്നും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ സൗജന്യമായി അദ്ദേഹത്തിന്റെ വണ്ടി, അദ്ദേഹത്തിന്റെ ടാങ്ക്, അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ചാർജ് ചെയ്യുന്നില്ല. ഒരു ചാർജ് ഓ നിങ്ങളെ സല്യൂട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. നിങ്ങളൊരു ചെറിയ മനുഷ്യല്ല. ഓക്കെ ഓക്കെ താങ്ക് യു. നിങ്ങളുടെ വയറും ഒക്കെ ഉണ്ടല്ലോ ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം. അപ്പൊ